പത്തനംതിട്ട ജില്ലയിൽ തുടരുന്ന കനത്ത മഴയും വെള്ളപ്പൊക്കവും സാധാരണ ജീവിതത്തെയും പ്രധാന ചടങ്ങുകളെയും സാരമായി ബാധിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഇന്നലെ 11 വള്ളസദ്യ വഴിപാടുകൾ നിശ്ചയിച്ചിരുന്നെങ്കിലും കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ചടങ്ങുകൾ മാത്രമായി ചുരുക്കുകയാണുണ്ടായത്. നദിയിലെ ശക്തമായ നീരൊഴുക്ക് അപകടസാധ്യത വർദ്ധിപ്പിച്ചതിനാൽ പള്ളിയോടങ്ങൾ പുഴയിലിറക്കരുതെന്ന് പള്ളിയോട സേവാസംഘം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് നിശ്ചയിച്ചിരുന്ന 10 വള്ളസദ്യ വഴിപാടുകളും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പൂർണ്ണമായി മാറ്റിവെച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന ഗതാഗത മാർഗ്ഗങ്ങളിലെല്ലാം വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. ജലനിരപ്പ് ഉയർന്നതും ശക്തമായ ഒഴുക്കുമുള്ളതിനാൽ കാൽനടയാത്ര പോലും അതീവ അപകടകരമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതേസമയം വഴിപാട് സ്വീകരിക്കാനായി എത്തിച്ച എല്ലാ പള്ളിയോടങ്ങളും സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്. മറ്റൊരു സംഭവത്തിൽ കോന്നി അരുവാപ്പുലം പഞ്ചായത്തിലെ കൊക്കാത്തോട് നെല്ലിക്കാപ്പാറയിൽ ഉരുൾപൊട്ടലുണ്ടായി. കുത്തൊഴുകിയെത്തിയ വെള്ളം ഒരു വീടിന്റെ ഒരു ഭാഗം ഭാഗികമായി തകർത്തു. തുടർന്ന് താഴേക്ക് കുത്തിയൊഴുകിയെത്തിയ വെള്ളവും അവശിഷ്ടങ്ങളും ഒരു ജീപ്പിൽ ഇടിക്കുകയും വാഹനം തകരാറിലാവുകയും ചെയ്തു. ഒഴുക്കിൽപ്പെട്ട ഒരു സ്കൂട്ടറും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉരുൾപൊട്ടലിനെ തുടർന്ന് റോഡിലേക്ക് വൻതോതിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെടുകയുണ്ടായി. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ സത്വര പരിശ്രമത്തിനൊടുവിൽ മണ്ണ് നീക്കം ചെയ്ത് വൈകിട്ടോടെയാണ് ഈ ഭാഗത്തെ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.